പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ സ്നേഹമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, തിന്മയെ നന്മ കൊണ്ട് തടയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുസ്സിലത്തിലൂടെ നമ്മെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു: വലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. അതുകൊണ്ട് ഏറ്റവും നല്ലതിനെ കൊണ്ട് നീ തിന്മയെ തടയുക എങ്കിൽ ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്ത്. നീയും മറ്റൊരാളുമായി വല്ല ശത്രുതയുമുണ്ടോ? ആ ശത്രുതയുള്ളവൻ കഅന്നഹു വലിയുൻ ഹമീദ്, നിന്റെ ഏറ്റവും മിത്രമായ ബന്ധുവിനെ പോലെ അവനായിത്തീരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു: വമാ യുലക്കഹ, എന്നാൽ ഇത് സാധിക്കുന്നതല്ല ഇല്ലല്ലദീന സബറു, അങ്ങേയറ്റം ക്ഷമ കൈകൊള്ളുന്നവരെ അല്ലാതെ. വമാ യുലക്കഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം, അങ്ങേയറ്റം സൗഭാഗ്യവാനുമല്ലാതെ ഇത് സാധിക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്. മക്കം ഫത്ഹ് വേളയിൽ ഇസ്ലാമിനെയും റസൂലിനെയും മുസ്ലിങ്ങളെയും എല്ലാം കഠിനമായി ഉപദ്രവിച്ചിരുന്ന ഏതാനും ചില തടവുകാരെ കൊണ്ടുവന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേയറ്റ കാരുണ്യത്തോടെ അവർക്ക് വല്ല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് അവരെ മോചിപ്പിച്ചു. അതിൻ്റെ കാരണത്താൽ അവരെല്ലാവരും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് അതിന് കാരണം. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വഴിയിൽ വച്ച് എപ്പോഴും ചപ്പും ചവറും മേലത്ത് മുകളിലേക്ക് എറിഞ്ഞിരുന്ന ഒരു ജൂത പെൺകുട്ടി കുറേ ദിവസങ്ങൾ അവരെ കാണാതായപ്പോൾ അവരെ സുഖമില്ലാതെ കിടന്നറിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പോയി സന്ദർശിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ശമാശ്വസിപ്പിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നതെന്ന് ആലോചിച്ച ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. ഇതിൻ്റെ കാരണത്തിൽ ആ കുടുംബമെല്ലാം ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ച നിനക്ക് കാണാം. ഇത്തരത്തിലൂടെ ക്ഷമയിലൂടെയും സഹനത്തിലൂടെയും എന്ന അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ വചനം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ക്ഷമ കൈകൊള്ളുന്നവരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും സൗഭാഗ്യവാന്മാരിൽ നാം ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.